ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ വൈൻഡിങ് വയറിൻ്റെയൊക്കെ ഇൻസുലേഷൻ കളയൽ ഇത്തിരി പാടുള്ള പണിയാണ്. അത് നമ്മൾ എന്തെങ്കിലും കത്തി ഉപയോഗിച്ച് ചിരണ്ടി ആണ് ഇതിങ്ങനെ ഇൻസുലേഷൻ കളയുമ്പോഴത്തേക്കും ഒന്നോ രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമെന്ന് കളയാം. പക്ഷേ അധികം ഉണ്ടെങ്കിൽ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ അതിനൊരു കെമിക്കൽ വാങ്ങിക്കാൻ കിട്ടും, ഇൻസുലേഷൻ റിമൂവർ എന്ന് പറയും. ഇതാണ് ആ സാധനം, ന്യൂസോൾ 3 കോപ്പർ വയർ ഇനാമൽ റിമൂവർ. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പഴം കഴിക്കുന്നത് പോലെ, പഴം മുറിക്കുന്നത് പോലെ എന്നും പറയാം, നമുക്ക് ഇൻസുലേഷൻ കളയാം. ഇത് ഞാൻ ചെറിയ കുപ്പിയിലെടുത്ത് വെച്ചേക്കണം, മറിഞ്ഞു പോകാതെ. ഒരു ഇവിടെ ചിലം തട്ടി മറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ബേസിൽ ഒട്ടിച്ച് വെച്ചേക്കുക ചെറിയ കുപ്പിയിൽ. അതിലേക്ക് ഇതിങ്ങനെ മുക്കി ഒരു 4-5 സെക്കൻഡ് പിടിക്കുക, പൊക്കിയെടുക്കുക. എന്നിട്ടൊരു 30 സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കി കാണാം, ഇൻസുലേഷനൊക്കെ ഇങ്ങനെ ചിതമ്പൽ പൊളിയും പോലെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത്രയാലൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ കെമിക്കലിന് ഈ സോളിന് ഇത്തിരി വില കൂടുതലാണ്. ഇതൊരു 6 ലിറ്ററിന് 300 രൂപ വിലയുണ്ട്. ഓൺലൈനായും കിട്ടും. ഞാൻ വാങ്ങിച്ചത് എറണാകുളത്ത് പള്ളിമുക്കിൽ ദിവാൻസ് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്, അവിടെ അശോമ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അശോക ഇലക്ട്രിക്കൽസ് അല്ല, അശോമ. അവരുടെ നമ്പർ ഞാനിവിടെ കൊടുക്കാം, താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കുക. അതിങ്ങനെ അങ്ങനെ തുടച്ചാൽ കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് നല്ല സ്വർണം പോലെ ഇത് പോകും. ഇതിൽ ഇൻസുലേഷൻ ഒന്നും നമ്മൾ സോൾഡർ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് സോൾഡർ ചെയ്യാം. വളരെ സാധാരണഗതിയിൽ ഒരു ഇത്തിരി ഇൻസുലേഷൻ്റെ അംശം ഇരിപ്പുണ്ടെങ്കിൽ പോലും സോൾഡറിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഈ കോറ് വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചിരണ്ടി കൈ പോയപ്പോഴത്തേക്കാണ് ഇത് വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ താല്പര്യമുള്ളവർ ആ ഷോമായി പോയി വാങ്ങിക്കുക. അവർ കൊരിയറിൽ അയക്കുമോ എന്ന് വിളിച്ച് വയ്ക്കുക, നേരിട്ട് മേടിക്കാനായിരിക്കും. കെമിക്കലൊക്കെ കൊരിയറാക്കി അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കുപ്പി പകർത്തി വെക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്, അല്ലെങ്കിൽ ഇത് തട്ടിമറിഞ്ഞ് പോകാൻ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ കുപ്പിയിലാക്കുന്നത്. അപ്പോൾ ശരി, അടുത്ത ടിപ്പുമായിട്ട് പിന്നെ കാണാം.